നിങ്ങളുടെ പഴയ മാക്കിൽ നിന്ന് പുതിയ മാക്കിലേക്ക് ഒരു ഡാറ്റ പോലും പോവാതെ കോപ്പി ചെയ്യാനല്ലേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്. സോ കറക്റ്റ് വീഡിയോ തന്നെ നിങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം ഒരു സിംഗിൾ KB പോലും ഫയൽ മിസ്സാവാതെ എല്ലാം നിങ്ങൾക്ക് പഴയ മാക്ബുക്കിൽ നിന്ന് പുതിയ മാക്കിലേക്ക് ജസ്റ്റ് രണ്ടൊന്ന് ക്ലിക്കിലൂടെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതേപോലുള്ള അടിപൊളി വീഡിയോസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. This is Yebin Xavier. Welcome back to Evika. എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് M1 മാക്ബുക്ക് എയർ ആണ്. ഇനി റൈറ്റ് സൈഡിലുള്ളത് M3 മാക്ബുക്ക് പ്രോ 14 ഇഞ്ചാണ്. സോ ഈ ഒരു ഡിവൈസിൽ നിന്ന് ഈ ഒരു M1 എന്ന് പറഞ്ഞ ഡിവൈസിൽ നിന്ന് ഇൻക്ലൂഡിങ് എല്ലാ ഡാറ്റയും വാൾപേപ്പർ ഉൾപ്പെടെ ഈ ഒരു പുതിയ M3 മാക്ബുക്ക് പ്രോയിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ ഏറ്റവും ആദ്യം നമ്മുടെ ഡിവൈസ് രണ്ടും പ്ലഗ്ഡ് ഇൻ ആണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം പുതിയ മാക്ബുക്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് ഫസ്റ്റ് നമ്മുടെ കൺട്രി ആൻഡ് റീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആക്സസിബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നോട്ട് നൗ കൊടുക്കാം. സോ ഇവിടെ നമ്മുടെ വൈഫൈ സെക്ഷൻ നമ്മൾ മേക്ക് ഷുവർ രണ്ട് ഡിവൈസും ഒരേ വൈഫൈയിലാണെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് വേണം ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്യാൻ. സോ ഈ ഒരു പുതിയ ഡിവൈസ് നമുക്കിപ്പോൾ വൈഫൈയുടെ കണക്ട് ആയതുകൊണ്ട് ഡാറ്റ ആൻഡ് പ്രൈവസി നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ ഈ ഒരു മൈഗ്രേഷൻ അസിസ്റ്റൻറ്റിലാണ് നമുക്കിനി ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളത്. ഇനി നമ്മുടെ പഴയ M1 മാക്ബുക്കിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. ഇവിടെ ഈ പറഞ്ഞ ഫൈൻഡർ എടുക്കാം. അതിനുശേഷം നമുക്ക് നേരെ ആപ്ലിക്കേഷനിൽ പോയി സ്ക്രോൾ ഡൗൺ ചെയ്ത് യൂട്ടിലിറ്റീസ് എന്ന ഓപ്ഷൻ എടുക്കാം. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൈഗ്രേഷൻ അസിസ്റ്റൻറ്റ് എന്ന്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിലേക്ക് പോയിട്ട് ഏറ്റവും താഴത്തേക്ക് ജനറലിൽ ഏറ്റവും താഴത്തേക്ക് ചെല്ലുമ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ആൻഡ് റീസെറ്റ് എന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഓപ്പൺ മൈഗ്രേഷൻ അസിസ്റ്റൻ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തും ഈ ഒരു ഓപ്ഷൻ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നമ്മുടെ സെറ്റിങ്സിൽ തന്നെ ഓപ്പൺ മൈഗ്രേഷൻ അസിസ്റ്റൻറ്റ് ഓപ്പൺ ചെയ്തു. സെയിം ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും മൈഗ്രേഷൻ അസിസ്റ്റൻറ്റ് രണ്ട് ഡിവൈസിലും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇവിടെ പഴയ നമ്മുടെ മാക്ബുക്കിൽ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കാൻ നേരം നമ്മുടെ പാസ്കോഡ് കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു പാസ്കോഡ് നമുക്കൊന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ അത് നമ്മുടെ ഈ പറയുന്ന ലോക്ക് അല്ലെങ്കിൽ ആ ഒരു പാസ്കോഡ് ടൈപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ക്ലോസിങ് ആപ്ലിക്കേഷൻസ് ആൻഡ് ലോഗ് ഔട്ട് എന്ന് കാണിക്കും. സോ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡിവൈസിൽ ഇപ്പോൾ ലോഗ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. പക്ക ഈ ഒരു സെയിം വാൾപേപ്പർ എല്ലാം സിങ്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാണിക്കുകയാണ് ടു അനദർ മാക്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഫ്രം എ മാക് ടൈം മെഷീൻ ബാക്കപ്പ് ഓർ സ്റ്റാർട്ടപ്പ് ഡിസ്ക് എന്നുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ കാണിക്കുന്നത് ഫ്രം എ വിൻഡോസ് PC. മൂന്നാമത്തെ ടു അനദർ മാക്. നമുക്ക് ഈ ഒരു മാക്കിൽ നിന്ന് പുതിയ മാക്കിലേക്ക് ആയതുകൊണ്ട് ടു അനദർ മാക്ക് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഓപ്ഷൻ നമുക്കെടുക്കാം. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ഫോർ ഒരു അല്ലെങ്കിൽ ഡിസ്കവറിങ് ആസ് മാക്ബുക്ക് എയർ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഈ പറഞ്ഞ ഫ്രം മാക് എന്നുള്ള ഓപ്ഷൻ ഈ ഒരു കാണിക്കുന്ന ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ട്രാൻസ്ഫറിങ്ങിൻ്റെ ഒരു സെർവർ കാണിക്കുന്നുണ്ട്. ഈ ഒരു പുതിയ മാക്കിൽ എബിൻസ് മാക്ബുക്ക് എയർ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഒരു മാക്ബുക്ക് സെലക്ട് ആയിരുന്നത് കാണാം. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സിസ്റ്റം അപ് ടു ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുറേ അപ്ഡേറ്റ് ചെയ്യാൻ ടൈം എടുക്കും എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് പിന്നീട് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും രണ്ട് ഡിവൈസിലും സെയിം ഒരു കോഡ് കാണിക്കുന്നുണ്ട്. ഈ രണ്ട് സെയിം കോഡും ഒന്നാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം ചില സ്ഥലത്തൊക്കെ ഈ രണ്ട് കോഡുകളും മിസ്സാവാറുണ്ട്. ഇനി ഈ ഒരു ഡിവൈസിൽ പഴയ M1 മാക്ബുക്ക് എയറിൽ കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ ലുക്കിംഗ് ഫോർ ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ടു ട്രാൻസ്ഫർ എന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ കണക്റ്റിംഗ് ടു മാക്ബുക്ക് എയർ എന്നും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഡിവൈസ് തമ്മിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർ കണക്ഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ പുതിയ മാക്ബുക്കിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടെ ആപ്ലിക്കേഷൻസ് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ആപ്പിൾ ID ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ അതർ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന ഓപ്ഷൻ സൈൻ ചെയ്തിട്ടുണ്ട്, സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക് എന്നീ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഓപ്ഷൻസ് നിങ്ങൾക്കെല്ലാം എത്ര ഫയൽ ഡാറ്റ ഉണ്ടെന്ന് കാണിക്കാൻ പറ്റും. മേക്ക് ഷുവർ നിങ്ങളുടെ പുതിയ ഡിവൈസിന് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു പഴയ മാക്ബുക്ക് 512 GB ആണെന്ന് കരുതുക. നമ്മുടെ പുതിയ മാക്ബുക്ക് 256 GB ആണെങ്കിൽ എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതൊരു കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഞാനത് കുറച്ചും കൂടെ എടുത്ത് ഒന്ന് പറഞ്ഞത് മാത്രം. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഡാറ്റാസും ഫയൽസും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ പഴയ മാക്ബുക്കിലേക്ക് നോക്കുമ്പോൾ കറണ്ട് കണക്ഷൻ പിയർ ടു പിയർ എന്നാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പിയർ ടു പിയർ എന്ന് ഉദ്ദേശിക്കുന്നത് വൈഫൈ വയർലെസ്ലി ആണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം
യൂസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അതിന് പകരം ഈ പറയുന്ന ഒരു USB-C അല്ലെങ്കിൽ തണ്ടർ ബോൾട്ടിൻ്റെ കേബിൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഈ പറഞ്ഞ ട്രാൻസ്ഫറിങ് ഈസി ആക്കാൻ പറ്റും. ഈ ഒരു വയർ ട്രാൻസ്ഫറിങ് ഈ ഒരു USB-Cനെക്കാട്ടും മച്ച് ഫാസ്റ്റർ എന്ന് പറയുന്നത് തണ്ടർ ബോൾട്ടിനാണ്. സോ തണ്ടർ ബോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന തണ്ടർ ബോൾട്ട് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഈ ഒരു USB-C ആണ് കണക്ട് ചെയ്യുന്നത്. USB-C കണക്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ആ ഒരു പഴയ മാക്ബുക്കിലേക്കും കൂടെ ഈ ഒരു USB-C കണക്ട് ചെയ്യാം. ഇപ്പോൾ ആ ഒരു USB-C to USB-C ഞാൻ കണക്ട് ചെയ്തുകൊണ്ടിട്ടുണ്ട്. നമുക്ക് തണ്ടർ ബോൾട്ടാണ് യൂഷ്വലി ഇതിന് ഏറ്റവും ബെറ്റർ. തണ്ടർ ബോൾട്ട് ഇല്ലാത്തതുകൊണ്ട് USB-C ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുറേയധികം ഫയൽസിൻ്റെ ഡാറ്റാസ് എല്ലാം വന്നിട്ടുണ്ട്. എൻ്റെ ആപ്പിൾ ഐ ഡിയും സിസ്റ്റം ഡാറ്റ എല്ലാം കൂടെ നോക്കുമ്പോൾ ഏകദേശം 134 GB ആണ് കാണിക്കുന്നത്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു. സെറ്റ് പാസ്വേഡ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഞാനിവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഇത് എൻ്റെ ആപ്പിളിൻ്റെ പുതിയ ലോഗിൻ പാസ്വേഡ് ആയിരിക്കും. ഇവിടെ ഞാൻ സെറ്റ് പാസ്വേഡ് കൊടുത്തു. ആ ഒരു പാസ്വേഡ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. സോ ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു സ്റ്റാർട്ടിങ് അപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൽ ഇപ്പോഴും പിയർ ടു പിയർ എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു USB-Cയിലൂടെ ഡാറ്റ ഫുള്ളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിങ് നടക്കില്ല. അതുകൊണ്ടായിരിക്കും ഇവിടെയും പിയർ ടു പിയർ തന്നെയാണ് കാണിക്കുന്നത്. ജസ്റ്റ് കണക്ഷൻ ഡീറ്റെയിൽസ് എടുക്കാം. കണക്ഷൻ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഇവിടെ പിയർ ടു പിയർ ആയതുകൊണ്ട് തന്നെ ഏകദേശം 20 Mbps സ്പീഡ് മാത്രമാണ് കാണിക്കുന്നത്. ഈ ഒരു ഡാറ്റ കുറച്ചും സ്പീഡായിട്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ തണ്ടർ ബോൾട്ടിൻ്റെ വയർ തന്നെയാണ്. സോ എൻ്റെ തണ്ടർ ബോൾട്ട് ഇല്ല. നിങ്ങൾക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തണ്ടർ ബോൾട്ട് ഉപയോഗിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. സോ നമുക്ക് കുറച്ചധികം നേരം എടുത്തിട്ട് മൈഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ പഴയ മാക്ബുക്കിൽ യുവർ ഡാറ്റ ഹാസ് ബീൻ മൈഗ്രേറ്റഡ് ഈസ് റെഡി ടു യൂസ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡൺ കൊടുക്കാം. ഇവിടെ നമ്മുടെ പുതിയ മൈഗ്രേഷൻ സബ്മറി വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കണ്ടിന്യൂ കൊടുക്കാം. മൈഗ്രേഷൻ കംപ്ലീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡൺ കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഡിവൈസ് നമ്മുടെ സെയിം ആ ഒരു ആപ്പിൾ ലോഗോയും പാസ്കോഡും എല്ലാം വന്നിട്ടുണ്ട്. ഇവൻ നമ്മുടെ ടൈമും ബാക്കി എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന പഴയ മാക്ബുക്കിൽ നിന്ന് പുതിയ മാക്ബുക്കിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. സോ നമുക്ക് ഈ പറഞ്ഞ പാസ്കോഡും ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസും ബാക്കി എല്ലാ കാര്യങ്ങളും ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ പുതിയ മാക്ബുക്കിൽ നമ്മുടെ ആപ്പിൾ ID സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഴയ മാക്ബുക്കിൽ ആപ്പിൾ അക്കൗണ്ടിൻ്റെ സെറ്റിങ്സും ബാക്കി എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. സോ ആ ഒരു സെറ്റപ്പ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്താലാണ് നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ അക്കൗണ്ട്, അതായത് ആപ്പിൾ മ്യൂസിക്, ആപ്പിൾ TV, ആപ്പിൾ നമ്മുടെ ഈ പറയുന്ന സൈൻ ഇൻ ചെയ്യുന്ന ആപ്പിൾ അക്കൗണ്ട് സിങ്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഡിവൈസിൽ കിട്ടുള്ളൂ. സോ അത് നമുക്കിനി ഈ ഒരു അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടറിലേക്ക് ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്യാം. ഇവിടെ നമുക്ക് അടുത്തൊരു കാര്യം തന്നെയാണ് ഫയൽ വാൾട്ട് ഡിസ്ക് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഈ ഫയൽ ഡാറ്റയുടെ എൻക്രിപ്ഷൻ നമ്മൾ എന്തായാലും ഓൺ ചെയ്ത് തരണം. കാരണം ഈ ഒരു ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എൻക്രിപ്റ്റഡ് ആവാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്യുന്നത്. സോ അത് കണ്ടിന്യൂ കൊടുക്കാം. ടച്ച് ID നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഫാസ്റ്റായിട്ട് തന്നെയാണ് ഈ പറഞ്ഞ ടച്ച് ID ലോഡ് ആവുന്നത്. ടച്ച് ID നമുക്ക് റിക്വയർ ഉണ്ട്. ഇനി നമുക്ക് ഗ്രിപ്പ് ആഡ് ചെയ്യാം. കണ്ടിന്യൂ കൊടുക്കാം. ആപ്പിൾ പേ നമുക്ക് പിന്നെ സെറ്റപ്പ് ചെയ്യാം. നിങ്ങൾ നമുക്ക് മനസ്സിലാവും വെൽക്കം ടു മാക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സെയിം വാൾപേപ്പർ ഉൾപ്പെടെയാണ് രണ്ട് ഡിവൈസിലും ഇപ്പോൾ സിങ്ക് ആയിരിക്കുന്നത്. വെൽക്കം ടു മാക് നമുക്ക് വന്നപ്പോൾ അത് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു കളർ തീമും കൂടെയാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു കംപ്ലീറ്റ് മാക് ബുക്കും നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഈ പറഞ്ഞ വാൾപേപ്പറും എല്ലാ വിഡ്ജറ്റ്സും എല്ലാം നിങ്ങൾക്കിവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ എല്ലാം ഈ പറയുന്ന ക്ലോസ് ചെയ്യാം. ഈ പറഞ്ഞ ഡിവൈസിൽ ഡാറ്റാസിലുണ്ടായ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടായ എല്ലാം നമുക്ക് ഇവിടെ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ ഫോട്ടോസ് ആപ്പിൽ അഥവാ iCloudൽ കോപ്പി ചെയ്യുന്ന ഒരു സാധനവും പഴയ മാക്ബുക്കിൽ ട്രാൻസ്ഫർ ആയി എന്ന് പറഞ്ഞ് കളയരുത്. കാരണം മാക്ബുക്കിൽ ഈ പറയുന്ന iCloud എല്ലാ ഡിവൈസിലും സിങ്ക്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും iCloudന് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഈ ഡിവൈസിലും പുതിയ ഡിവൈസിലും പോകാനുള്ള ചാൻസ് ഉണ്ട്. മേക്ക് ഷുവർ നിങ്ങൾ ബാക്കി ഡാറ്റാസ് എല്ലാം കോപ്പി ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. iCloudൻ്റെ കാര്യങ്ങൾ
നിങ്ങൾ 2 ഡിവൈസിലും നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം ഡിലീറ്റ് ചെയ്യാനും ബാക്കിയുള്ള ഫർദർ കാര്യങ്ങളും ചെയ്യാനും നോക്കുക. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എല്ലാ പുതിയ കാര്യങ്ങളും മനസ്സിലാക്കി എങ്ങനെയാണ് പഴയ മാക്കിൽ നിന്ന് ഒരു പുതിയ മാക്കിലേക്ക് ഡാറ്റാസ് ഒന്നും കളയാതെ ട്രാൻസ്ഫർ ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഐക്ലൗഡിൽ ബാക്കപ്പ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ പഴയ മാക്കിൽ നിന്ന് പുതിയ മാക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയരുത്. ഇതെല്ലാം ഒരു സിംഗിൾ ക്ലൗഡിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ബാക്കപ്പ് വരുന്നത്. ഏത് ബാക്കപ്പ് ചെയ്യുന്ന ഡാറ്റ ആണോ അല്ലെങ്കിൽ ഏത് ഡിവൈസ് ആണോ നിങ്ങൾ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫുൾ ഫ്ലഷ് ക്ലൗഡിൽ നിന്ന് തന്നെയായിരിക്കും ഡിലീറ്റ് ആയി പോകുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ഇതേപോലുള്ള അടിപൊളി വീഡിയോസ് അറിയാണ്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. ദിസ് ഇസ് Abin Xavier ഫ്രം എബിക്ക.